ഓണം വന്നെത്തിക്കഴിഞ്ഞു. വസ്ത്രങ്ങൾ വാങ്ങാനും ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാനും വീട് പുതുക്കി പണിയാനുമൊക്കെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പണം മാറ്റിവെക്കുന്ന കാലമാണിത്. ജോലി ചെയ്യുന്നവർക്ക് ബോണസോ ഓണം അലവൻസോ ഒക്കെ കയ്യിൽ വന്നു ചേരുന്ന സമയം കൂടിയാണിത്. എന്നാൽ ഈ ഓണക്കാലത്ത് നമ്മൾ വാങ്ങുന്ന വസ്ത്രങ്ങളുടെയും ഗാഡ്ജറ്റുകളുടെയും മൂല്യം ഏതാനും മാസങ്ങൾ കൊണ്ട് കുറഞ്ഞു പോകുമെന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഈ ഓണത്തിന് നമുക്കൊരു പുതിയ തുടക്കം കുറിച്ചാലോ? ഒരൽപ്പം വ്യത്യസ്തമായി ചിന്തിച്ച് ഈ ഓണത്തിനൊരു ഓണം സ്റ്റോക്ക് പർച്ചേസ് നടത്തിയാലോ? അതായത് ഒരു കാര്യവുമില്ലാതെ അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവാക്കി അടിച്ചു പൊളിച്ച് കളയുന്ന പണത്തിൽ നിന്ന് ഒരു ചെറിയ വിഹിതം ഭാവിക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ മുൻനിര കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ല, ഏതൊക്കെ ഓഹരികളിലാണ് ഈ ഓണക്കാലത്ത് നിക്ഷേപിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകാം അല്ലെ? ഇന്ത്യയിലെ മുൻനിര ധനകാര്യ സ്ഥാപനങ്ങളും പ്രമുഖ ബ്രോക്കറേജ് ഹൗസുകളും തങ്ങളുടെ റിസർച്ച് റിപ്പോർട്ടുകളിലൂടെ ഈ ഫെസ്റ്റീവ് സീസണിൽ നിർദ്ദേശിച്ചിട്ടുള്ളതും വാങ്ങിവെക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ളതുമായ ചില പ്രധാന ഓഹരികളും അവയുടെ കാരണങ്ങളും ലക്ഷ്യവിലകളും നമുക്ക് വിശദമായി പരിശോധിക്കാം. പക്ഷെ അതിനു മുൻപ് പലരുടെയും മനസ്സിൽ ഉയർന്നു വരാവുന്ന ഒരു പ്രധാന സംശയമുണ്ട്. കേവലം 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളം പോലൊരു കുഞ്ഞു സംസ്ഥാനത്തെ ഓണം പർച്ചേസ് ഇന്ത്യയിലെ വമ്പൻ കമ്പനികളുടെ ഓഹരി വിലകളെ ബാധിക്കുമോ? ഉത്തരം ബാധിക്കുമെന്ന് തന്നെയാണ്. അതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, പാൻ ഇന്ത്യ തലത്തിലുള്ള ദീർഘകാല ഫെസ്റ്റീവ് സീസണിന്റെ തുടക്കം കുറിക്കുന്നത് കേരളത്തിലെ ഓണത്തോടെയാണ്. ഉത്തരേന്ത്യയിൽ ദീപാവലിയും പൂജയും വരുന്നതിന് മുൻപ് വരുന്ന ആദ്യത്തെ വലിയ ഷോപ്പിംഗ് സീസണാണിത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വമ്പൻ FMCG കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓട്ടോമൊബൈൽ കമ്പനികൾ തങ്ങളുടെ പുതിയ ഓഫറുകളും സ്ട്രാറ്റജികളും ആദ്യം പരീക്ഷിക്കുന്നത് കേരള വിപണിയിലാണ്. രണ്ടാമതായി, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന പെർ ക്യാപിറ്റ കൺസംപ്ഷൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതിനേക്കാൾ ഉപരി ഓണക്കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ വിദേശ പണമാണ് NRI വഴി ഗൾഫിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. മൂന്നാമതായി, പ്രമുഖ കമ്പനികളുടെ സാമ്പത്തിക വർഷത്തിലെ 2ാമത്തെ പാദത്തിലെ വരുമാനത്തെ ഈ ഓണക്കാല വിൽപ്പന വലിയ രീതിയിൽ സ്വാധീനിക്കാറുണ്ട്. ടാറ്റ കൺസ്യൂമർ, കല്യാൺ ജ്വല്ലേഴ്സ്, ഫെഡറൽ ബാങ്ക്, TVS മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനികളുടെ സാമ്പത്തിക ഫലങ്ങളിൽ ഇത് വ്യക്തമായി കാണാം. ഇനി സാധാരണക്കാരായ ചെറുകിട നിക്ഷേപകർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ, അതായത് 500 രൂപയിൽ താഴെയോ അല്ലെങ്കിൽ 1000 രൂപയിൽ താഴെയോ മാത്രം മുടക്കി തുടക്കമിടാൻ സാധിക്കുന്ന ഫണ്ടമെന്റലിന്റെയും ടെക്നിക്കലിന്റെയും സ്ട്രോങ് ആയ ചില ഓഹരികൾ നോക്കാം. ഇന്ത്യയിലെ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളായ ജിയോജിത്, മോത്തിലാൽ ഓസ്വാൽ, ICICI ഡയറക്ട് തുടങ്ങിയവർ തങ്ങളുടെ റിസർച്ച് റിപ്പോർട്ടുകളിൽ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സഹിതം ശുപാർശ ചെയ്തിട്ടുള്ള ചില സ്റ്റോക്കുകളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തേത് ഫെഡറൽ ബാങ്ക് ആണ്. ഓണക്കാലത്ത് വിദേശ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന NRI പണത്തിന്റെ വലിയൊരു വിഹിതം കൈകാര്യം ചെയ്യുന്നത് കേരളം ആസ്ഥാനമായുള്ള ഫെഡറൽ ബാങ്ക് ആണ്. ശക്തമായ റീറ്റെയിൽ വായ്പാ വളർച്ചയും കുറഞ്ഞ NPAയും ഇതിന്റെ ഫണ്ടമെന്റലുകളെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. രണ്ടാമത്തേത് കല്യാൺ ജ്വല്ലേഴ്സ്. ഓണക്കാലത്ത് വസ്ത്രങ്ങൾ കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളിലാണ്. കേരളത്തിൽ തുടങ്ങി ഇന്ന് പാൻ ഇന്ത്യ തലത്തിലും GCC രാജ്യങ്ങളിലും അതിവേഗം പന്തലിക്കുന്ന കല്യാൺ ജ്വല്ലേഴ്സിന് ഫെസ്റ്റീവ് സീസണിൽ വലിയ ബിസിനസ് വളർച്ചയാണ് വിപണി വിദഗ്ധർ പ്രവചിക്കുന്നത്. പ്രമുഖ ബ്രോക്കറേജുകൾ ഈ സ്റ്റോക്കിന് 650 മുതൽ 700 രൂപ വരെയാണ് ദീർഘകാല ലക്ഷ്യവിലയായി കൈമാറുന്നത്. 3. ITC ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG രാക്ഷസന്മാരിൽ ഒന്നാണ് ITC. ആട്ട, ആശീർവാദ് പ്രൊഡക്റ്റുകൾ, സൺഫീസ്റ്റ് ബിസ്ക്കറ്റുകൾ തുടങ്ങി ഓണസദ്യക്കും ആഘോഷങ്ങൾക്കും ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഈ സമയത്ത് കുത്തനെ ഉയരാറുണ്ട്. ഭൂരിഭാഗം ബ്രോക്കറേജുകളും സ്ട്രോങ് ബൈ ടാഗോടെ 520, 550 ടാർഗറ്റ് വിലയിൽ ശുപാർശ ചെയ്യുന്ന, ഒപ്പം മികച്ച ഡിവിഡൻഡ് നൽകുന്ന ഒരു ഡിഫൻസീവ് സ്റ്റോക്ക് കൂടിയാണിത്. 4. സംവർധന മാതൃസൻ. ഓണത്തോടനുബന്ധിച്ച് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഓട്ടോമൊബൈൽ രംഗവും അനുബന്ധ ഘടകങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളും വലിയ മുന്നേറ്റമാണ് കാണിക്കുന്നത്. ഓട്ടോ എൻസിലറി രംഗത്തെ ആഗോള പ്രമുഖരായ സംവർധന മാതൃസൻ പോലുള്ള കുറഞ്ഞ തുകയുടെ ഓഹരികളെയും ബ്രോക്കറേജ് ഹൗസുകൾ തങ്ങളുടെ ഫെസ്റ്റീവ് വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കുന്നുണ്ട്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇവയൊന്നും തന്നെ ET മലയാളത്തിന്റെ വ്യക്തിപരമായ നിർദ്ദേശങ്ങളോ റെക്കമെൻഡേഷനുകളോ അല്ല. ഇന്ത്യയിലെ അംഗീകൃത റിസർച്ച് സ്ഥാപനങ്ങൾ തങ്ങളുടെ വിശകലനത്തിലൂടെയും റിപ്പോർട്ടുകളിലൂടെയും പുറത്തുവിട്ടിട്ടുള്ള ഡേറ്റകൾ മാത്രമാണിത്. ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക ലക്ഷ്യങ്ങളും റിസ്ക് എടുക്കാനുള്ള ശേഷിയും വ്യത്യസ്തമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം എന്നത് പൂർണ്ണമായും വിപണിയിലെ അപകട സാധ്യതകൾക്ക് വിധേയമാണ്. ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം എന്നത് ആഘോഷങ്ങൾക്കിടയിലും നിങ്ങളുടെ പണം ഭാവിയിലേക്ക് വേണ്ടി കരുതേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നതാണ്. അതിനാൽ ഏത് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുൻപും ഒരു സെബി രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം തേടാനും സ്വയം റിസർച്ച് നടത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഓണത്തിന് നിങ്ങളുടെ ബോണസ് തുകയുടെ അല്ലെങ്കിൽ അലവൻസിന്റെ എത്ര ശതമാനമാണ് നിങ്ങൾ സമ്പാദ്യത്തിലേക്കോ നിക്ഷേപത്തിലേക്കോ മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തൂ.